മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ TH മുസ്തഫ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു. ഇന്ന് വെളുപ്പിന് 3 മണിയായപ്പോൾ റൂമിലേക്ക് ആളെ കൊണ്ടുവന്നിരുന്നു. ഡയാലിസിസ് ഒന്നിരാണ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് പെട്ടെന്ന് 3 മണിക്ക് അസുഖം കൂടി ICUവിൽ അഡ്മിറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു. 5:43 ആയപ്പോഴത്തേക്ക് അദ്ദേഹം മരണപ്പെട്ടു. ആദിത്യ ഓമനക്കുട്ടൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം. മൃതദേഹം ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമായോ? നേതാക്കളൊക്കെ എത്തിത്തുടങ്ങിയോ? സേതുലക്ഷ്മി, മൃതദേഹം എറണാകുളത്തെ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ നിന്ന് ആലുവ ചാലക്കലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. നിലവിൽ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. നേതാക്കളൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. പുലർച്ചെ 5:40 അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. വാർത്തയൊക്കെ അറിഞ്ഞ് നേതാക്കളും മറ്റു പ്രവർത്തകരുമൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നതേ ഉള്ളൂ. എവിടേക്കാണ് കൊണ്ടുപോകുന്നുള്ള എന്ന കാര്യത്തിലും തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല ആദ്യഘട്ടത്തിൽ. അപ്പോൾ ആലുവയിലെ ചാലക്കലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെയായിരിക്കും പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. അല്പനേരത്തിന് ശേഷം, ഇപ്പോൾ തൊട്ടു മുമ്പ് അവിടേക്ക് മൃതദേഹം എത്തിയിട്ടേ ഉള്ളൂ. അവിടെ പൊതുദർശനത്തിന് വെക്കാനുള്ള ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയായിരിക്കും പൊതുദർശനത്തിന് വെക്കുക. അതോടൊപ്പം തന്നെ മാറമ്പള്ളിയിലുള്ള മസ്ജിദിലായിരിക്കും ഖബറടക്കം. പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം ഇന്ന് വൈകുന്നേരം 8 മണി വരെ, രാത്രി 8 മണി വരെ പൊതുദർശനം ഉണ്ടാവും. 8 മണിക്ക് ശേഷമായിരിക്കും മാറമ്പള്ളിയിലെ മസ്ജിദിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുക എന്നാണ് അറിയാൻ സാധിച്ചത്. ദീർഘനാളത്തെ കോൺഗ്രസിനോടൊപ്പം നിന്ന ഒരു നേതാവ്, ദീർഘനാളായി കോൺഗ്രസിൻ്റെ എറണാകുളത്തെ പിടിച്ചു നിർത്തിയ ഒരു നേതാവാണ് ഇപ്പോൾ പ്രവർത്തകരെ വിട്ട് യാത്രയായിരിക്കുന്നത്. 14 വർഷത്തോളം DCC പ്രസിഡന്റ്. മുന്നണിക്കും പാർട്ടിക്കും ഏൽപ്പിച്ച ആഘാതം അത് അത്രത്തോളം വലുതും തന്നെയാണ്.